നമ്മുടെ പാൻ ഇന്ത്യ ലേഡി സൂപ്പർ സ്റ്റാർ മേഘ പുള്ളിക്കാരിയുടെ ഒരു പോസ്റ്റ് ആയിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ആ പോസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് സമ്മതിച്ചല്ലോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഈ വരികൾ എന്നെ കടാതെ ആകർഷിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കടാതെ ആകർഷിച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഷാജേട്ടാ? ഇനി എന്നാ ചെയ്യാൻ? കർത്താവ് അവർക്ക് നല്ലൊരു കുടുംബജീവിതം കൊടുക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് തിരികെ പോകാനല്ല. അതാണ് ടുറുലം. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇതുപോലത്തെ ഒരു ടുറുലം? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇതാണ് ആത്മാർത്ഥ പ്രണയം. മരിച്ചിട്ടില്ല, ഇതാണ് പ്രണയം. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അത് എനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യമില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചില്ലറക്കാരിയല്ലോ. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും. അത് ആരും വിശ്വസിക്കണ്ട. ലേ സീക്രട്ട് ഏജന്റ് അത് നമുക്കിട്ടാണല്ലോ മച്ചമ്പി. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്താണെങ്കിലും മേഘ ടുറുലഭാണ്. എന്നാണെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു ആത്മാർത്ഥ പ്രണയം തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ. ടേട്ടയുടെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണെന്നോ? എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നോ മേഘ, ഡോണ്ട് സേ ദാറ്റ്. പ്ലീസ് ഡോണ്ട് സേ. നമ്മുടെ അനൂപ് ടേട്ടയെ നിങ്ങൾ അങ്ങനെ പറയരുത്. അവിടെ സൗകര്യങ്ങൾ കുറവാണോ? ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ടുറുലബ്. അതല്ല ഉദ്ദേശം. എന്നാണെങ്കിലും ആ വാക്കുകൾ നിങ്ങൾ വിട്ടുപോകരുത്. ഇറങ്ങി വന്നത് അങ്ങനെ തിരിച്ചു പോകാനല്ലടാ. എനിക്ക് ആ ഡയലോഗ് എന്റെ നെഞ്ചിൽ തടച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ട്രൂ ലവ്. 2026 ട്രൂ ലവ് ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കണ്ടു പഠിക്കടാ. ഇതാണ് ട്രൂ ലവ്. ഭർത്താവ് ഉണ്ടെങ്കിലും അങ്ങനെ ഒളിച്ചോടെ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? എന്തൊരു കഷ്ടമെന്ന് പറ. ഞാൻ അങ്ങനെ ഇറങ്ങി വന്നത് തിരിച്ചു പോകാനല്ല. അതാണ് ബീജം ഇടറ. എന്നീലേ എല്ലീന കഷ്ടം.